പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നീറ്റിനാണെങ്കിലും JEE-ക്കാണെങ്കിലും കേരള എൻട്രൻസിനാണെങ്കിലും മറ്റു ഏത് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കെമിസ്ട്രിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏരിയയാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ +1 NCERT-യിലും +2 NCERT-യിലുമായി ടോട്ടൽ 6 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ഓർഗാനിക് കെമിസ്ട്രിയെ ചാപ്റ്റർ വൈസ് അപ്രോച്ച് ചെയ്യുന്നത് ശരിയായ പ്രവണതയല്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓർഗാനിക് കെമിസ്ട്രിയിൽ യഥാർത്ഥത്തിൽ ചാപ്റ്ററുകളില്ല. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കേണ്ടത് ചാപ്റ്റർ വൈസ് ആയിട്ടല്ല, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കേണ്ടത് റിയാക്ഷൻ വൈസ് ആയിട്ടാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഹൈഡ്രോജിനേഷൻ, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസിനെയാണ്, അല്ലെങ്കിൽ ആ റിയാക്ഷൻസ് വൈസിലാണ് നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയെ എൻട്രൻസിന് വേണ്ടി അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു റിയാക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കും. ഏതെങ്കിലും ഒരു റിയാക്ഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വിചാരിക്കുക, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. NCERT-യുടെ ഒരു കിടപ്പ് പ്രകാരം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ പല പാർട്ടുകളും പല ചാപ്റ്ററുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത് 5ാമത്തെ ചാപ്റ്ററിൽ എത്തുമ്പോഴും അതിൻ്റെ കണ്ടിന്യൂഷൻ അപ്പുറത്തെ ചാപ്റ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴയതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഇല്ലെങ്കിൽ ആ ഒരു സംഭവം ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാതെ പോകും. അതുകൊണ്ട് തന്നെ ചാപ്റ്റർ വൈസ് അല്ലാതെ റിയാക്ഷൻ വൈസ് ആണ് നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താലുള്ള രണ്ടാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ടോട്ടൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബൾക്ക്നെസ് നിങ്ങൾക്ക് NCERT-യിൽ കൊടുത്തിട്ടുള്ള ടോട്ടൽ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുള്ളതിൻ്റെ ഒരു 60% നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. ടോട്ടലിൻ്റെ ഒരു 60% കുറക്കാൻ പറ്റും. കാര്യം ഇവിടെ പഠിച്ച കാര്യം അപ്പുറത്ത് പറയുന്നു, അവിടെ പഠിച്ച കാര്യം തൊട്ടപ്പുറത്ത് വീണ്ടും പറയുന്നു. ഇങ്ങനെയാണ് NCERT-യിൽ ഓർഗാനിക് കെമിസ്ട്രി അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ കാര്യമില്ല, അങ്ങനെ ഒരു ആവർത്തനത്തിൻ്റെ ആവശ്യമില്ല, എല്ലാം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ CM അക്കാഡമി എന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ എല്ലാ എൻട്രൻസ് കോച്ചിങ്ങുകൾക്കും, എല്ലാ എൻട്രൻസ് പരീക്ഷകൾക്കും കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും മാത്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എടുക്കുന്നത് ചാപ്റ്റർ വൈസ് അല്ല, റിയാക്ഷൻ വൈസ് ആണ്. അങ്ങനെ റിയാക്ഷൻ വൈസ് എടുക്കുന്നതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇതൊരു ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഓർഗാനിക് കെമിസ്ട്രിയുടെ എല്ലാ റിയാക്ഷൻസും ഒരുമിച്ച് നിങ്ങൾക്ക് കൃത്യമായ നോട്ടോടുകൂടെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. ഈ വീഡിയോ കണ്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ അയച്ചു കൊടുക്കുക, അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ. കൂട്ടത്തിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ്സുകൾ നമ്മുടെ അടുത്ത് നിന്ന് ലഭിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ ആമുഖങ്ങളും ഡയലോഗുകളും ഇനി പറയുന്നില്ല, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം, നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. മക്കളെ, ഇന്ന് ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഹെഡിങ് നിങ്ങൾ എഴുതേണ്ടത്, മെയിൻ ഹെഡിങ് എഴുതേണ്ടത് ഇങ്ങനെയാണ്: ഓൾ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളതാണ്. ഓൾ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിലെ മറ്റു പല കാര്യങ്ങൾ, ഐസോമറിസം, നോമൻക്ലേച്ചർ ഇത്യാദി കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് നിങ്ങളെ പഠിപ്പിച്ച് തീർന്നതാണ്. അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന ചാപ്റ്ററിലുള്ള ഡിറ്റക്ഷൻ ഓഫ് എലമെന്റ്, എസ്റ്റിമേഷൻ ഓഫ് എലമെന്റ്, പ്യൂരിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തീർന്നതാണ്. ഹക്കൽസ് റൂൾ അടക്കം നിങ്ങളെ പഠിപ്പിച്ച് തീർന്നതാണ്. ഇനി നമ്മൾ റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് എന്നൊരു പോർഷനും പഠിപ്പിച്ചതാണ്. കാർബോകാറ്റയോൺ, കാർബാനയോൺ, കാർബൺ ഫ്രീ റാഡിക്കൽ, അതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ, അതൊക്കെ ഞാൻ പറഞ്ഞു തീർന്നതാണ്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസ് ആണ്. അപ്പോൾ അതൊരു സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു മെയിൻ ഹെഡിങ് ആയിട്ട് തന്നെ പഠിച്ചേക്കൂ. നിങ്ങളുടെ കയ്യിൽ A4 ഷീറ്റുകളാണ് ഉള്ളതെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. നോട്ട്ബുക്കിന് പകരം ഒരു A4 ഷീറ്റ്, ഒരു 4-5 A4 ഷീറ്റുകളിലായിട്ട് ഓർഗാനിക് കെമിസ്ട്രിയിലെ എല്ലാ റിയാക്ഷൻസും എഴുതി തീർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. കാര്യം ഓർഗാനിക് കെമിസ്ട്രിയിലെ എല്ലാ റിയാക്ഷനും ആ ഒരു 5-6 പേജുകളിലുണ്ട്. അതെല്ലാ ദിവസവും ഒന്ന് റിവൈസ് ചെയ്യാനുള്ള മനസ്സുകൂടി നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ മെയിൻ ഹെഡിങ് എഴുതുക, ഓൾ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. അതിൻ്റെ ഫസ്റ്റ് ഹെഡിങ് ആണ് ഓൾ
ഓക്സിഡേഷൻ റിയാക്ഷൻസ്. ഓൾ ഓക്സിഡേഷൻ റിയാക്ഷൻസ്. ഓൾ ഓക്സിഡേഷൻ റിയാക്ഷൻസ്. എല്ലാ ഓക്സിഡേഷൻ റിയാക്ഷനുകളും ഇന്നത്തോടെ തീരും. ആൽക്കഹോൾ എന്ന ചാപ്റ്ററിൽ ഓക്സിഡേഷനെ കുറിച്ച് ചർച്ചയുണ്ട്. ആൽഡിഹൈഡ് എന്ന ചാപ്റ്ററിൽ ഓക്സിഡേഷനെ കുറിച്ച് ചർച്ചയുണ്ട്. ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്ററിലും ഓക്സിഡേഷനെ കുറിച്ച് ചർച്ചയുണ്ട്. ഈ ഓക്സിഡേഷനിൽ തന്നെ പല രൂപത്തിൽ, പല വിധത്തിൽ, പല സ്ഥലങ്ങളിൽ പല റിയാക്ഷൻസും അല്ലെങ്കിൽ പല കൺസെപ്റ്റുകളും നിങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഹാലഫോം റിയാക്ഷൻ നിങ്ങളെപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഹാലഫോം റിയാക്ഷൻ, ഈ ഹാലഫോം റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓക്സിഡേഷൻ റിയാക്ഷനാണ്. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് അതൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് എന്ന് മനസ്സിൽ ഉൾക്കൊണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഹെഡിങ്ങിൽ നമ്മൾ എഴുതി തരുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അത് പഠിക്കാൻ പറ്റും. എല്ലാ ഓക്സിഡേഷൻ റിയാക്ഷൻസും ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നു. മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളണേ. ഓൾ ഓക്സിഡേഷൻ റിയാക്ഷൻസ് എന്നതിൽ ഓക്സിഡേഷൻ്റെ വെരി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് നോക്കിയിരുന്നോളണേ, ഞാൻ HC എന്ന് എഴുതിയിട്ടുണ്ട്. ഈ HC എന്ന് എഴുതിയാൽ അത് നിങ്ങൾ വായിക്കേണ്ടത് ഹൈഡ്രോ കാർബൺ എന്നാണ്. എന്താണ് ഹൈഡ്രോ കാർബൺ? ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് ഏറ്റവും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫോമാണ്. ഹൈഡ്രോ കാർബൺസിന്റെ ഫർദർ റിഡക്ഷൻ പോസിബിൾ അല്ല. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് ഏറ്റവും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫോമാണ്. അവിടെ എന്തില്ല? അവിടെ ഓക്സിജൻ ഇല്ല. അവിടെ അത് ഓക്സിഡൈസ്ഡ് ഫോം അല്ല. അതിനെ ഫർദർ റെഡ്യൂസ് ചെയ്യാൻ പറ്റൂല. അവിടെ കഴിഞ്ഞു. റിഡക്ഷൻ്റെ ഏറ്റവും എൻഡാണ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ ആ റെഡ്യൂസ്ഡ് ഫോമിൽ നിന്നാണ് നമ്മൾ ഓക്സിഡേഷൻ നടത്തി അടുത്ത കോമ്പൗണ്ട്, അതിനെ വീണ്ടും ഓക്സിഡേഷൻ നടത്തി അടുത്ത കോമ്പൗണ്ട്, ഇങ്ങനെ ഉണ്ടാക്കി വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈഡ്രോ കാർബൺസിന് റിഡക്ഷൻ പോസിബിൾ അല്ല. കാര്യം എന്താ? ഏറ്റവും റെഡ്യൂസ്ഡ് ഫോമാണ്. ഇനി അതിന് നടക്കുക ഓക്സിഡേഷനാണ്. ശരിയല്ലേ? ഓക്സിഡേഷൻ നടക്കാം. ഇത് ഞാനിവിടെ O എന്ന് ഞാനിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ വായിക്കണം ഓക്സിഡേഷൻ ആണെന്ന്. മക്കളെ ശ്രദ്ധിച്ച് കണ്ടോളണേ. ഹൈഡ്രോ കാർബൺസിന് ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ അവർ ആൽക്കഹോളായിട്ട് മാറും. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ഹൈഡ്രോ കാർബൺസിനെ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ ആൽക്കഹോളായിട്ട് മാറും. ഈ ആൽക്കഹോളിനെ ഫർദർ ഞാൻ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് കണ്ടോളണേ, ആൽക്കഹോളിനെ ഫർദർ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ അവരെല്ലാവരും ആൽഡിഹൈഡായിട്ട് മാറും. അല്ലെങ്കിൽ അവർ കീറ്റോൺ ആയിട്ട് മാറും. ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ ആവുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വരിയിൽ പറഞ്ഞുതരും. ഇനി ആൽഡിഹൈഡിന് ഫർദർ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ, കീറ്റോണിന് ഫർദർ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ന് ഞാൻ പറയാത്തത് മനഃപൂർവ്വമാണ്. കാര്യം നോർമൽ കണ്ടീഷനിൽ കീറ്റോണിന് ഫർദർ ഓക്സിഡേഷൻ ഇല്ല. ഞാനെന്താ പറഞ്ഞേ? നോർമൽ ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ടൊന്നും ഫർദർ ഓക്സിഡേഷൻ നടത്താൻ കീറ്റോണിന് പറ്റൂല. കീറ്റോണിന് ഓക്സിഡേഷൻ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നോർമൽ കണ്ടീഷനിൽ ഇല്ല. കീറ്റോണിന് ഓക്സിഡേഷൻ ഉണ്ട്. ഏത് കണ്ടീഷനിൽ എന്നറിയോ? ഡ്രാസ്റ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ഒരു പ്രൊലോങ്ഡ് സമയത്തേക്ക് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഡ്രാസ്റ്റിക് ഓക്സിഡേഷൻ കണ്ടീഷൻ എന്ന് പറയാം. എന്താണ്? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് പ്രൊലോങ്ഡ് ടൈം ഇന്റർവെല്ലിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ഡ്രാസ്റ്റിക് കണ്ടീഷൻ എന്ന് പറയാം. അങ്ങനെ ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ ഓക്സിഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കീറ്റോൺസിനും ഓക്സിഡേഷൻ ഉണ്ട്. അത് വളരെ വിരളമാണ്, വളരെ കുറച്ചേ ഉള്ളൂ. വളരെ സ്പെഷ്യൽ കണ്ടീഷൻസിൽ മാത്രമേ കീറ്റോൺസിന് ഓക്സിഡേഷൻ ഉള്ളൂ. എനിവേ ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. എന്താണ് മക്കളെ? കാർബോക്സിലിക് ആസിഡ്സ്. അപ്പോൾ 4 ആളുകളായി. ആരൊക്കെയാണ്? ഹൈഡ്രോ കാർബൺ, ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്സ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കണ്ടോളണേ. ഈ കാർബോക്സിലിക് ആസിഡിനെ ഞാൻ തിരിച്ച് ഇങ്ങനെ ചെയ്യണം. ഞാൻ അവിടെ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് വിളിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ R എന്ന് വിളിച്ചാൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കേണ്ടത് റിഡക്ഷൻ എന്നാണ്. റിഡക്ഷൻ ഓക്സിഡേഷൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ മക്കളെ റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ വലത്തോട്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് തിരിച്ച് ഇടത്തോട്ട് വരുന്നതൊക്കെ എന്തായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും. കാർബോക്സിലിക് ആസിഡിനെ ആൽഡിഹൈഡാക്കി മാറ്റുന്ന പരിപാടിയാണ് റിഡക്ഷൻ. ആൽഡിഹൈഡിനെ തിരിച്ച് ആൽക്കഹോളാക്കി മാറ്റാൻ റിഡക്ഷൻ നടത്തിയാൽ മതി. ഈ ആൽക്കഹോളിനെ തിരിച്ച് ഹൈഡ്രോ കാർബണാക്കി മാറ്റാൻ റിഡക്ഷൻ നടത്തിയാൽ മതി. ഇത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന എല്ലാ ടൈപ്സ് ഓഫ് റിയാക്ഷൻസിൻ്റെയും വെരി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കാം. ഹൈഡ്രോ കാർബണിനെ ഓക്സിഡൈസ് ചെയ്താൽ എന്ത് കിട്ടും? മക്കളെ നോക്കണേ. ഹൈഡ്രോ കാർബണിനെ ഓക്സിഡൈസ് ചെയ്താൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആൽക്കഹോൾ കിട്ടും.
സെക്കൻഡ് സ്റ്റെപ്പിൽ ആൽഡിഹൈഡ് കിട്ടും, തേർഡ് സ്റ്റെപ്പിൽ കാർബോക്സിലിക് ആസിഡ് കിട്ടും. അപ്പോൾ ഹൈഡ്രോ കാർബണിനെ ഓക്സിഡൈസ് ചെയ്താൽ എന്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്? ആൽക്കഹോൾ കിട്ടാം, ആൽഡിഹൈഡ് കിട്ടാം, കാർബോക്സിലിക് ആസിഡ് കിട്ടാം. കാര്യം ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഉപയോഗിച്ചെന്ന് വിചാരിക്കും. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കൂല. അങ്ങനെയുണ്ട്. ഹൈഡ്രോ കാർബൺസിനെ ഞാൻ ഓക്സിഡൈസ് ചെയ്യുന്നു, എന്താണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ഈ സ്റ്റെപ്പിൽ നിൽക്കൂല, ഇവിടെ പോയി നിന്നേക്കാം. ചിലപ്പോൾ ഇവിടെ നിൽക്കൂല, ഇവിടെ നിന്നേക്കാം. ഹൈഡ്രോ കാർബണിനെ നേരെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ പറ്റുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ റിഡക്ഷനെ കുറിച്ച് സംസാരിക്കുക. കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്താൽ ആൽഡിഹൈഡ് കിട്ടും. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാ. ചിലപ്പോൾ അവിടെ നിൽക്കൂല, ചിലപ്പോൾ അടുത്ത റിഡക്ഷനും കൂടി ചെയ്തിട്ട് ആൽക്കഹോൾ ആയിട്ടാണ് മാറുക. ചിലപ്പോൾ അവിടെ നിൽക്കൂല, കാർബോക്സിലിക് ആസിഡ് നേരെ ഹൈഡ്രോ കാർബൺ ആയിട്ട് അങ്ങോട്ട് മാറുന്ന റിഡക്ഷനുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ക്ലെമൻസൻസ് റിഡക്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ആ ടൈപ്പ് ഓഫ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് കിട്ടാം, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചാൽ കാർബോക്സിലിക് ആസിഡ് കിട്ടാം. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ ഏതൊക്കെ ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി നേരെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ ഏതൊക്കെ ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കാം, അതുപോലെ ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ ഏതൊക്കെ ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കാം. ഓക്സിഡേഷൻ ആണല്ലോ നമ്മുടെ ചർച്ച. ഇതാണ് ഞാനിനി നിങ്ങൾക്ക് എഴുതി തരാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഹൈഡ്രോ കാർബൺ എന്നതിലെ ഞാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് ഒരു ടെർമിനൽ കാർബൺ ആണെന്ന് വിചാരിക്കുക. ടെർമിനൽ കാർബൺ എന്ന് പറഞ്ഞാൽ CH3 ഗ്രൂപ്പാണ്, ഒരു അറ്റത്ത് വന്ന് നിൽക്കുന്ന കാർബൺ. അപ്പോൾ അതിന് ഈ സൈഡിലേക്ക് കുറേ കാർബണുകൾ ഉണ്ടാകും. ഇത് അറ്റത്തായതുകൊണ്ട് ഇനി ഇപ്പുറത്തേക്ക് കാർബൺ ഉണ്ടാവില്ല. ബാക്കി 3 വാലൻസി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും എന്നറിയും? CH2OH എന്ന് കിട്ടും. എന്ത് കിട്ടും? CH2OH. സിമ്പിളാണടാ. അതായത് ഇവിടെ 3 ഹൈഡ്രജൻ ആണല്ലോ. ആ 3 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, 2 1. കണ്ടോ, കൂട്ടത്തിൽ ഒരു ഓക്സിജനും കൂടി വന്നു. കണ്ടോ, ഓക്സിഡേഷൻ ആണല്ലോ. ഒരു ഓക്സിജൻ ഏറെ വന്നു, കുഴപ്പമൊന്നുമില്ലാന്ന്. 2 1 ടോട്ടൽ 3 ഓക്സിജൻ, ഇവിടെ 3 ഓക്സിജൻ, ഹൈഡ്രജൻ. 2 1 3 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ എണ്ണത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. എക്സ്ട്രാ അവിടെ ഉണ്ടായത് ഇപ്പൊ എന്താ? ഒരു ഓക്സിജൻ എക്സ്ട്രാ കയറി വന്നു. ഓക്സിജൻ കയറി വരുന്നതിനെയാണല്ലോ ഓക്സിഡേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇത് ഓക്സിഡേഷനാണ്. ഇത് ഓക്സിഡേഷൻ ആണെന്ന് മാത്രമല്ല, ഈ കിട്ടിയത് പ്രൈമറി ആൽക്കഹോൾ ആണ്. എന്താ വിളിക്കുക മക്കളെ? പ്രൈമറി ആൽക്കഹോൾ. അതായത് OH ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ടെർമിനൽ കാർബണിലാണ്. ഞാൻ തുടങ്ങിയത് ഒരു ടെർമിനൽ കാർബണിൽ നിന്നാണല്ലോ. ഇത് ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബണിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽക്കഹോൾ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സ്പെസിഫിക് ആയിട്ട് പറയാണ്, ടെർമിനൽ കാർബണിനെയാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിൽ എനിക്ക് കിട്ടുന്നത് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താലാണ് എനിക്ക് കീറ്റോൺ കിട്ടുക. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താലാണ് ആൽഡിഹൈഡ് കിട്ടുക. കീറ്റോൺ അല്ല, ആൽഡിഹൈഡ് കിട്ടുക. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താലാണ് എനിക്ക് ആൽഡിഹൈഡ് കിട്ടുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല സാറേ ഇവിടെ ഇപ്പോൾ ഓക്സിഡേഷൻ ആണോ നടന്നത്? അതെ. എങ്ങനെ മനസ്സിലാക്കാം? ഓക്സിജന്റെ എണ്ണം കൂടിയിട്ടൊന്നുമില്ല, സത്യമാണ്. ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഓക്സിജന്റെ എണ്ണത്തിൽ കൂടുതലും ഒന്നുമില്ല. പക്ഷെ ഹൈഡ്രജന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജന്റെ എണ്ണം കുറഞ്ഞാലും ഓക്സിഡേഷൻ ആണല്ലോ. അത് നിങ്ങൾ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണല്ലോ. അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, രണ്ടും ഓക്സിഡേഷൻ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ശ്രദ്ധിച്ചോട്ടെ, ഈ ആൽഡിഹൈഡിനെ ഞാൻ ഫർദർ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാലാണ് എനിക്ക് COOH കിട്ടുക. COOH എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോക്സിലിക് ആസിഡ്. ഇത് ഓക്സിഡേഷൻ ആണ് എന്ന കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഒരു ഓക്സിജന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്ന ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ കാര്യത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് ഹൈഡ്രോ കാർബൺ എന്ന് ഞാൻ ജനറൽ ആയിട്ട് എഴുതിയിരുന്നു. ആ ഹൈഡ്രോ കാർബണിലെ ടെർമിനൽ കാർബണിൽ നിന്നാണ് ഓക്സിഡേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോകുന്ന പോക്ക് ഇങ്ങനെയാണ്. ഇനി ടെർമിനൽ അല്ലാത്ത കാർബണുകൾ ഉണ്ടാകും. അതായത് CH2 എന്നാണ് അവർ വരിക. ശരിയല്ലേ? CH2 ടെർമിനൽ അല്ല. ഈ സൈഡിലും കാർബണുകൾ ഉണ്ട്. അപ്പൊ ഇതും ഹൈഡ്രോ കാർബൺ ആണ്, പക്ഷെ ടെർമിനൽ കാർബൺ അല്ല. അപ്പൊ എന്താണ് വ്യത്യാസം? ശ്രദ്ധിച്ച് കണ്ടോട്ടോ. ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് CHOH എന്നതാണ്.
CHOH. നാളെ വിഷുവാണ്, അതിൻ്റെ പൊട്ടലുകൾ അവിടെ ഉണ്ട്. പൊട്ടലുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായേക്കും. പൊട്ടട്ടെ, വിഷുവല്ലേ. നിങ്ങളിത് നോക്ക് മക്കളെ, ഇവിടെ CHOH എന്നാണ് വന്നേ. അപ്പോൾ എന്താ ഉണ്ടായത്? 2 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. ഹൈഡ്രജൻ്റെ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല, എക്സ്ട്രാ ഒരു ഓക്സിജൻ വന്നിട്ടുണ്ട്. കിട്ടിയത് ഒരു ആൽക്കഹോളാണെന്ന് മാത്രമല്ല, ഒന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞാൽ ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാണ്. OH വന്ന് അറ്റാച്ച് ചെയ്ത കാർബൺ ഒരു സെക്കൻഡറി കാർബൺ ആയതുകൊണ്ട് കിട്ടിയ ആൽക്കഹോൾ സെക്കൻഡറി ആൽക്കഹോളാണ്. സെക്കൻഡറി ആൽക്കഹോളിനെ ഫർദർ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കീറ്റോൺ കിട്ടും. എന്താ കിട്ടുക? കീറ്റോൺ കിട്ടും മക്കളെ. സെക്കൻഡറി ആൽക്കഹോളിനെ ഫർദർ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കീറ്റോൺ കിട്ടും. കീറ്റോൺ എന്ന് പറഞ്ഞാൽ കണ്ടോ, 2 ഹൈഡ്രജൻ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്തു പോയി. C ഡബിൾ ബോണ്ട് O, കീറ്റോൺ. കീറ്റോണിന് ഫർദർ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു നോർമൽ കണ്ടീഷനിലൊന്നും കീറ്റോണിന് ഓക്സിഡേഷൻ ഇല്ല. ഇത് കീറ്റോൺ ആണ്. നോർമൽ കണ്ടീഷനിലൊന്നും കീറ്റോണിന് ഓക്സിഡേഷൻ ഇല്ല. പിന്നെ ഏത് കണ്ടീഷനാണ്? ഡ്രാസ്റ്റിക് കണ്ടീഷൻ. പഠിച്ചോ? ഡ്രാസ്റ്റിക് കണ്ടീഷൻ. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ. അവിടെ ഒരു പോപ്പോഫ്സ് റൂൾ എന്നൊക്കെ പറയാനുണ്ട് എൻട്രൻസിന്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയും എനിക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ കാണുന്ന വിവരങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട്ബുക്കിലേക്ക് പകർത്തി വെക്കണം. ഇവിടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, റിഡക്ഷനും ഇതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് ഈ എഴുതിയ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഏത്? റിഡക്ഷൻ. അതിൽ ഇനി ആർക്കും ഡൗട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്ന് എഴുതി വെച്ചേ മക്കളെ. ബോർഡിൽ കാണുന്നത് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ മക്കളെ, ഞാൻ ഈ ബോർഡിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് വളരെ സിമ്പിളാണ്. ഏകദേശം വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ബോർഡിലുണ്ട്. ഇത് ചാപ്റ്ററിൻ്റെ പല ഭാഗങ്ങളിൽ, NCERTയുടെ പല ഭാഗങ്ങളിൽ പല ചാപ്റ്ററുകളിലായിട്ട് പരാമർശിച്ചതിനെ ഞാനൊന്ന് ഒരുക്കൂട്ടി തന്നതാണ്. നിങ്ങൾക്കത് വളരെയധികം ഗുണം ചെയ്യും. അതായത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ എഴുതി തന്ന ഫണ്ടമെൻ്റൽ ലൈൻ ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഹൈഡ്രോ കാർബണിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് കീറ്റോൺ ആകും. അതിനെ ഫർദർ ഓക്സിഡൈസ് ചെയ്താൽ കാർബോക്സിലിക് ആസിഡ് ആകും. ഇത് ഞാൻ എഴുതി തന്നിട്ടുണ്ട് നേരത്തെ. ഇനി ഈ ഹൈഡ്രോ കാർബണുമായി ബന്ധപ്പെട്ട ഓക്സിഡേഷൻസ് ഒക്കെ സ്പെഷ്യൽ കേസസ് എന്ന രൂപത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അപ്പം അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഓസോണോളിസിസ്, അല്ലെങ്കിൽ ബേയേഴ്സ് റിയേജൻറ്റിൻ്റെ റിയാക്ഷൻ, അതുപോലെ ഹോട്ട് അസിഡിക് കോൺസെൻട്രേറ്റഡ് KMnO4 ഉപയോഗിച്ചാലുള്ള റിയാക്ഷൻസ്. ഇങ്ങനെ കുറേ റിയാക്ഷൻസ് ഉണ്ട്. ആ റിയാക്ഷൻസ് ഒക്കെ ആൽക്കീൻസിലും ആൽക്കൈൻസിലും എങ്ങനെയാണ് ഹൈഡ്രോബോറേഷൻ, ഓക്സിമെർക്കുറേഷൻ, ഡീമെർക്കുറേഷൻ എന്നൊക്കെ പറയുന്ന റിയാക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ സ്പെഷ്യൽ ഓക്സിഡേഷൻ റിയാക്ഷൻസ് എന്നുള്ള ഹെഡിങ്ങിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ട് ഹൈഡ്രോ കാർബണുമായി ബന്ധപ്പെട്ട ഓക്സിഡേഷൻസ് അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ പറയുന്നത് ആൽക്കഹോളുമായി ബന്ധപ്പെട്ട ഓക്സിഡേഷൻസാണ്. അത് വളരെ എളുപ്പമാണെന്നല്ല, ക്രോഡീകരിച്ച് പഠിക്കാൻ എളുപ്പമാണ്. ആൽക്കഹോള് 2 ഉണ്ടല്ലോ. പ്രൈമറി ആൽക്കഹോളും ഉണ്ട്, സെക്കൻഡറി ആൽക്കഹോളും ഉണ്ട്. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് കിട്ടുമെന്നും സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ കീറ്റോൺ കിട്ടുമെന്നും ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. ടെർഷ്യറി ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്ക് ഫർദർ ഓക്സിഡേഷൻ ഇല്ല. ടെർഷ്യറി ആൽക്കഹോളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓക്സിഡൈസ് ചെയ്യാൻ പറ്റില്ല. ദർ ഈസ് നോ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ഫോർ ടെർഷ്യറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡ് ആകും. അപ്പോൾ പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ നമുക്ക് ഏതൊക്കെ ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കാം എന്നത് ഞാൻ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആളാണ് PCC. രണ്ടാമത്തെ ആളാണ് കൊളിൻസ് റിയേജന്റ്. മൂന്നാമത്തെ ആളാണ് CrO3. ഈ റിയേജന്റുകളെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. PCC എന്ന് പറഞ്ഞാൽ പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് എന്നാണ് അയാളുടെ ഫുൾ ഫോം. എന്താ പറഞ്ഞേ? പിരിഡിനിയം ക്ലോറോക്രോമേറ്റ്. ഞാനിവിടെ എഴുതി തരാം വേണമെന്നുണ്ടെങ്കിൽ, നോക്കിയിരുന്നോ? PCC എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പിരിഡിനിയം ക്ലോറോക്രോമേറ്റ്. അപ്പം എന്താണ് ഈ PCCയിലുള്ള ആളുകൾ ആരൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കൽ നന്നായിരിക്കും. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും NCERTയിൽ ഉള്ള ആളായതുകൊണ്ട് കീമിനൊക്കെ എടുത്ത് ചോദിക്കൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ആരാണ് PCC എന്നൊക്കെ ചോദിച്ചു കളയും. നമ്മൾ PCCയുമായി ബന്ധപ്പെട്ട എല്ലാ റിയാക്ഷനൊക്കെ മനഃപ്പാഠമാക്കി പോയിരിക്കുമ്പോൾ ആരാണ് PCC എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടാൻ പാടില്ലല്ലോ. PCC ആരാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മക്കളെ ശ്രദ്ധിച്ച് കണ്ടോട്ടോ. PCC എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചറാണ്. ഈ മിക്സ്ചറിൽ ഒന്നാമത്തെ ആള് ഞാൻ ഈ വരച്ചേക്കുന്ന ആളാണ്. ഇതാരാ അറിയാം നിങ്ങൾക്ക്? ഈ വരച്ചേക്കുന്ന ആളാണ് പിരിഡിൻ. ഈ വരച്ചിരിക്കുന്ന ആളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. ഇതാണ് പിരിഡിൻ എന്ന് പറയുന്ന ആള്.
പിരിഡിൻ്റെ കൂടെ CrO3യും HClഉം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനത്തെയാണ് നമ്മൾ പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് എന്ന് വിളിക്കുക, PCC. അപ്പോൾ PCC ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ പറ്റും എന്ന് മാത്രമല്ല, ഇതാണ് ഈ 3 ഓക്സിഡൈസിങ് ഏജന്റുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. കൊളിൻസ് റിയേജന്റിനും പറ്റും, CrO3ക്കും പറ്റും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആരാണ്? PCC ആണ്. അത് എഴുതി വെച്ചേക്ക്. രണ്ടാമത്തെ ആള് കൊളിൻസ് റിയേജന്റ് ആണ്. കൊളിൻസ് റിയേജന്റ് ആരാന്നുള്ളത് ഞാൻ CR ഇട്ടിട്ട് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. കൊളിൻസ് റിയേജന്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു മടിയനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എളുപ്പവഴിയിൽ എഴുതുന്നതാണ്. കൊളിൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് മക്കളെ. ഇതാരാണെന്ന് നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ വരച്ചു തീർന്ന ഈ പിരിഡിൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഇദ്ദേഹം, പിരിഡിൻ. അതിൻ്റെ ഡബിൾ ബോണ്ടുകളൊക്കെ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കുക. ഈ പിരിഡിൻ 2 പിരിഡിൻ്റെ കൂടെ ഒരു CrO3 കൂടിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് കൊളിൻസ് റിയേജന്റ്. എല്ലായിടത്തും CrO3 ഉണ്ട്. മൂന്നാമത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് CrO3 മാത്രം. കണ്ടോ, ഈ 3 ഓക്സിഡൈസിങ് ഏജന്റുകൾക്ക് പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആക്കി മാറ്റുന്ന പരിപാടിയാണ്. സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആക്കി മാറ്റുന്ന പരിപാടി. അതിന് 5 ഓക്സിഡൈസിങ് ഏജൻസി ഞാൻ പഠിപ്പിച്ചു തരുന്നു. ഫസ്റ്റ് വൺ K2Cr2O7 ഇൻ അസിഡിക് മീഡിയം, H+, ഇൻ അസിഡിക് മീഡിയം. രണ്ടാമത്തത് H2CrO4. ആരാണ്? H2CrO4. മൂന്നാമത്തത് CrO3 + H2O. ഇതെല്ലാവരും സത്യത്തിൽ ഒന്നാണ്. ഇതെല്ലാം ഈ മിക്സറുകളൊക്കെ ഒന്ന് തന്നെയാണ്. അതായത് K2Cr2O7 അസിഡിക് മീഡിയത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് H2CrO4 ആയി മാറും. CrO3 + H2O, നിങ്ങൾ അതിൻ്റെ ഫോർമുല ഒന്ന് ഒരുമിച്ച് എഴുതി നോക്കിയേ. CrO3 + H2O എന്നുള്ള ഫോർമുല ഒന്ന് ഒരുമിച്ച് എഴുതി നോക്കിക്കേ. 2 ഹൈഡ്രജൻ 1 ക്രോമിയം 3 ഓക്സിജൻ അല്ലേ? 2 ഹൈഡ്രജൻ 1 ക്രോമിയം 3 ഓക്സിജൻ ഒരുമിച്ച് എഴുതിയാൽ H2CrO4 എന്നുള്ള രണ്ടാമത്തെ ആളെ തന്നെ കിട്ടും. പിന്നെ ഞാനത് 2, 3 എന്നൊക്കെ ആയിട്ട് പഠിപ്പിച്ച് തരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇത് ഏത് രൂപത്തിലാണ് കാണപ്പെടുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഒന്നാമത്തെ രൂപത്തിൽ കാണാം, രണ്ടാമത്തെ രൂപത്തിൽ കാണാം, മൂന്നാമത്തെ രൂപത്തിലും കാണാം. എല്ലാം ഒന്നാണ്. എന്നാലും പോസിബിൾ ആയിട്ടുള്ള എല്ലാ എഴുത്തുകളും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. തേർഡ് വൺ കഴിഞ്ഞു. ഫോർത്ത് വൺ PCC. ഞാൻ നേരത്തെ പഠിപ്പിച്ച PCC. ഇവിടെയും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് PCC തന്നെയാണ്. നെക്സ്റ്റ് വൺ CrO3. നേരത്തെ പഠിപ്പിച്ച ആളുകളൊക്കെ തന്നെ. നെക്സ്റ്റ് പ്രൈമറി ആൽക്കഹോളിനെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രസകരമാണ്. പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുന്ന ഓക്സിഡേഷനാണ്. അതായത് ആൽക്കഹോൾ, ഇവിടെ അല്ലേ ആൽക്കഹോൾ കിടക്കണേ, അതിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് ആകുമെന്നും, പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽക്കഹോൾ ആകുമെന്നും, ആ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് ആകുമെന്നും, ആ ആൽഡിഹൈഡിനെ ഫർദർ ഓക്സിഡൈസ് ചെയ്താൽ കാർബോക്സിലിക് ആസിഡ് ആകുമെന്നും ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചല്ലോ. എന്നാൽ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് നേരെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ കഴിവുള്ള സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ഉണ്ട്. അതായത് ആൽഡിഹൈഡിൽ അവർക്ക് സ്റ്റോപ്പില്ല. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്. പക്ഷെ അവിടെ നിർത്തുന്നില്ല. ആ ആൽഡിഹൈഡ് ഉണ്ടാകും, ആ സ്പോട്ടിൽ തന്നെ ആ ആൽഡിഹൈഡിനെ വീണ്ടും കാർബോക്സിലിക് ആസിഡ് ആക്കിയിട്ട് മാറ്റിക്കളയും. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ, ഇവിടെയാണ് ആൽക്കഹോൾ, അതിനെ ഓക്സിഡൈസ് ചെയ്ത് ഇവിടെ നിർത്താതെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ കഴിവുള്ള 5 ആളുകളുണ്ട്. പഠിച്ചോ? ഒന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ച സാധനം K2Cr2O7 H+. 2 H2CrO4 നേരത്തെ പഠിപ്പിച്ചത്. 3 പഠിപ്പിച്ചോ? ഏതാ നേരത്തെ പറഞ്ഞ സാധനം തന്നെ CrO3 + H2O. അതായത് ഇവിടുത്തെ 3 എണ്ണം, ആദ്യത്തെ 3 എണ്ണം തന്നെയാണ് ഇവിടുത്തെ ആദ്യത്തെ 3 എണ്ണം. വ്യത്യാസം മനസ്സിലായ നിങ്ങൾക്ക്? സെക്കൻഡറി ആൽക്കഹോളിൽ ഈ 3 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ കീറ്റോണിൽ സ്റ്റോപ്പ് ആകും. കിട്ടിയോ? സെക്കൻഡറി ആൽക്കഹോളിൽ, അതായത് സെക്കൻഡറി ആൽക്കഹോളിൽ ഈ 3 എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കീറ്റോൺ എന്ന് പറയുന്നത് ഇവിടെയാണല്ലോ, അവിടെ സ്റ്റോപ്പ് ആകും. പക്ഷെ പ്രൈമറി ആൽക്കഹോളിൽ ഈ 3 എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൽഡിഹൈഡിൽ സ്റ്റോപ്പ് ആവൂല. എന്തായി മാറും? കാർബോക്സിലിക് ആസിഡായി മാറും. ഇതേ വ്യത്യാസം. അപ്പോൾ പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും ചെറിയൊരു അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ അവർ തമ്മിൽ. പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അതിൽ ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ് ഏജൻസ് കിട്ടുന്ന പ്രൊഡക്റ്റ് ഡിഫറൻറ്റാണ്. ഈ 3 എണ്ണത്തിൽ കേട്ടോ. K2Cr2O7 H+, അസിഡിക് മീഡിയം, H2CrO4, CrO3 + H2O. ഈ 3 ആളുകൾ പ്രൈമറി ആൽക്കഹോളിൽ ഇട്ട് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആണ് കിട്ടുക. സെക്കൻഡറി ആൽക്കഹോളിൽ ഇട്ട് കഴിഞ്ഞാൽ കീറ്റോൺ ആണ് കിട്ടുക. എവിടേക്ക് എത്തൂല? കാർബോക്സിലിക് ആസിഡിൽ എത്തൂല. കാരണം
കീറ്റോണിന് ഡ്രാസ്റ്റിക് കണ്ടീഷൻസിൽ മാത്രമേ ഓക്സിഡേഷൻ ഉള്ളൂ എന്ന് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയിട്ട് 3ാമത്തെ വട്ടമാണ് ഞാൻ ഈ പറയണേ. വിട്ടേക്ക് മോനെ. അപ്പോൾ ഈ 3 ആളുകളെ പഠിപ്പിച്ചു. 4ാമത്തേതാരാ? KMnO4 ഇൻ അസിഡിക് ഓർ ബേസിക് മീഡിയം. KMnO4 ബാർ H+ ഓർ OH- എന്ന് എഴുതിയതിനെ ഞാനൊന്ന് ഇംഗ്ലീഷ് വൽക്കരിച്ച് പറഞ്ഞതാണ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇൻ അസിഡിക് മീഡിയം ഓർ ബേസിക് മീഡിയം. ഏത് മീഡിയം ആയാലും കുഴപ്പമില്ല. പ്രൈമറി ആൽക്കഹോൾ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് അങ്ങോട്ട് മാറും. അതിൽ വേറെ വർത്താനമൊന്നുമില്ല. പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡായി മാറും. ആ ആൽഡിഹൈഡിനെ ആ സ്പോട്ടിൽ തന്നെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റിക്കളയും. ആൻഡ് 5th വൺ CrO3 ബാർ H2SO4. മക്കളെ, ഇയാൾക്കൊരു പേരുണ്ട്. ഒരു ഓമനിച്ച് ഞങ്ങൾ സയന്റിസ്റ്റുകൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ അറിയോ? ജോൺസ് റിയേജന്റ്. പഠിച്ചോളൂ. ആരാണ്? ജോൺസ് റിയേജന്റ്. പഠിച്ചോട്ടാ. CrO3 ഇൻ പ്രസൻസ് ഓഫ് H2SO4 ഇറ്റ് ഈസ് കോൾഡ് ജോൺസ് റിയേജന്റ്. പഠിച്ച മക്കളെ, ഈ ബാർ നിട്ടാൽ അതിനൊക്കെ അർത്ഥം ഇൻ പ്രസൻസ് ഓഫ് എന്നാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാർ ഇട്ട് കഴിഞ്ഞാൽ K2Cr2O7 ബാർ H+ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇൻ പ്രസൻസ് ഓഫ് എന്നാണ്. K2Cr2O7 ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്. CrO3 ഇൻ പ്രസൻസ് ഓഫ് H2SO4 ഇൻ പ്രസൻസ് ഓഫ് എന്നാണ് ബാർ ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം. ഓക്കെ, അപ്പൊ ജോൺസ് റിയേജന്റിനെ കുറിച്ച് സംസാരിച്ചു. ആൻഡ് ദി നെക്സ്റ്റ് വൺ, 4ാമത്തെ ടൈപ്പ് ഓഫ് ഓക്സിഡേഷൻ ആണ് ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുന്ന ആളുകൾ. അതായത് ഇവിടെ എത്തിപ്പെട്ടോ, നമ്മളിപ്പോൾ ആൽക്കഹോളിനെ വിട്ടു, ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുന്ന ആളുകൾ. കീറ്റോണിനെ കുറിച്ചുള്ള ചർച്ച ഞാൻ ഇവിടെ പറയുന്നില്ല. അത് ഡ്രാസ്റ്റിക് ആൻഡ് വിഗറസ് കണ്ടീഷൻസിൽ മാത്രമേ നടക്കൂ. 4ാമത്തെ ഓട്ടം അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തുതരും, സ്പെഷ്യൽ ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിട്ട്. ആൽഡിഹൈഡിനെ എന്താക്കി മാറ്റുക? പറ. കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുന്ന ആളുകൾ. 1ാമത്തെ ആൾ നോക്കിയിരുന്നോട്ടാ. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് TR എന്നൊക്കെ ഞാൻ വെറുതെ എഴുതിയതാണ്, ഞാൻ എൻ്റെ എളുപ്പത്തിന് എഴുതിയതാണ്. ടൊളൻസ് റിയേജന്റ്. ആരാ മക്കളെ? TR ആരാണ്? ടൊളൻസ് റിയേജന്റ്. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, അല്ല സാറേ ടൊളൻസ് റിയേജന്റ് എന്ന് തന്നെ ചിലപ്പോൾ ഞങ്ങൾ ആരോ മാർക്കിന് മുകളിൽ കാണുമോ? സാധ്യതയില്ല. ടൊളൻസ് റിയേജന്റ് ആരാണ് എന്ന് നീ അറിഞ്ഞിരിക്കണം. ആരാ മക്കളെ ടൊളൻസ് റിയേജന്റ് എന്നറിയോ? ടൊളൻസ് റിയേജന്റ് ഈസ് ഈക്വൽ ടു അമോണിയേക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ പഠിച്ചതൊക്കെ തന്നെയാണ് എല്ലാം, എന്നാലും പറയുക. എന്താണ് ടൊളൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ? പറ. അമോണിയേക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അമോണിയേക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് ടൊളൻസ് റിയേജന്റ്. ഓക്കെ, അമോണിയേക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ടൊളൻസ് റിയേജന്റ്. നെക്സ്റ്റ് വൺ ഫെലിങ്സ് റിയേജന്റ് ആണ്. ആരാണ്? ഫെലിങ്സ് റിയേജന്റ്. പഠിച്ചോട്ടാ. സെക്കൻഡ് വൺ ഈസ് ഫെലിങ്സ് റിയേജന്റ്. ആരാണ് ഫെലിങ്സ് റിയേജന്റ് എന്ന് അറിയണ്ടേ? ഫെലിങ്സ് റിയേജന്റ് എന്ന് പറയുന്നത് ആരാ? എഴുതി വെച്ചോ, എൻ്റെ കൂടെ എഴുതി വെച്ചോ. ഫെലിങ്സ് സൊല്യൂഷൻ A പ്ലസ് ഫെലിങ്സ് സൊല്യൂഷൻ B, ഇത് രണ്ടും മിക്സ് ചെയ്താലാണ് ഫെലിങ്സ് റിയേജന്റ് ആവുക. ഫെലിങ്സ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ 2 ആളുകളുടെ മിക്സ്ചർ ആണ്. ആരാ മക്കളെ? ഫെലിങ്സ് സൊല്യൂഷൻ A ആൻഡ് ഫെലിങ്സ് സൊല്യൂഷൻ B. ഫെലിങ്സ് സൊല്യൂഷൻ A ദേ ഇടത്തെ കയ്യിൽ, ഫെലിങ്സ് സൊല്യൂഷൻ B ദേ വലത്തെ കയ്യിൽ. മിക്സ് ആക്കി കഴിഞ്ഞു, കിട്ടിയ സാധനമാണ് ഫെലിങ്സ് റിയേജന്റ്. സിമ്പിൾ. ഈ ഫെലിങ്സ് റിയേജന്റിലെ ഫെലിങ്സ് സൊല്യൂഷൻ A ആരാണ്, ഫെലിങ്സ് സൊല്യൂഷൻ B ആരാണെന്നുള്ളതും കൂടി ഒന്ന് എഴുതി വെച്ചോ. ഫെലിങ്സ് സൊല്യൂഷൻ A എന്ന് പറഞ്ഞാൽ ആക്വസ് CuSO4 ആണ്. ആക്വസ് CuSO4 ആണ് ഫെലിങ്സ് സൊല്യൂഷൻ A. ഫെലിങ്സ് സൊല്യൂഷൻ B എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? സോഡിയം ഓർ പൊട്ടാഷ്യം ടാർട്ടാറേറ്റ് എന്ന് പറയുന്ന ആളാണ്. എന്താണ്? സോഡിയം ഓർ പൊട്ടാഷ്യം ടാർട്ടാറേറ്റ്. സോഡിയം ഓർ പൊട്ടാഷ്യം ടാർട്ടാറേറ്റ്, ഇതാണ് ഫെലിങ്സ് സൊല്യൂഷൻ B. ഈ ഫെലിങ്സ് സൊല്യൂഷൻ എയും ബിയും കൂട്ടിച്ചേർത്തതാണ് ഫെലിങ്സ് റിയേജന്റ്. ഈ ഫെലിങ്സ് റിയേജന്റിന് ആരെ എന്താക്കി മാറ്റാൻ പറ്റും? ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ പറ്റും. നെക്സ്റ്റ് വൺ ബെനഡിക്സ് റിയേജന്റ്. 4ാമത്തത് ബ്രോമിൻ വാട്ടർ. 4ാമത്തത് ആരാണ്? ബ്രോമിൻ വാട്ടർ. ബ്രോമിൻ വെള്ളത്തിൽ കലക്കിയത്. പിന്നെ ഞാൻ ആരോ മാർക്ക് ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയിരിക്കണ് എബവ് 5. മക്കളെ, ഇവിടെ കാണുന്ന 5 ആളുകളുണ്ടല്ലോ, അതായത് പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ പറ്റുന്ന എല്ലാ ആളുകൾക്കും ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാൻ പറ്റും. ഉറപ്പല്ലേ? കാര്യം എന്താ? പ്രൈമറി ആൽക്കഹോൾ ദേ ഇവിടെ കിടക്കുന്നു, അതിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന ആള്, പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുന്ന ആൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രൈമറി ആൽക്കഹോളിനെ ആദ്യം ആൽഡിഹൈഡ് ആക്കി ആ ആൽഡിഹൈഡിൽ സ്റ്റോപ്പ് ചെയ്യാതെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുന്ന ആൾ എന്നാണല്ലോ.
അപ്പോൾ പ്രൈമറി ആൽക്കഹോളിൽ നിന്ന് തുടങ്ങി ആൽഡിഹൈഡിൽ നിൽക്കുന്നില്ല, അവിടെ നിന്ന് വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡാക്കി മാറ്റുന്ന ആളുകളാണ് ഈ 5 ആളുകൾ. അപ്പോൾ ആ 5 ആളുകൾക്ക് എന്തായാലും ഇതിൻ്റെ ഈ മിഡിൽ സ്റ്റെപ്പിൽ നിന്ന്, അതായത് ആൽഡിഹൈഡിൽ നിന്ന് കാർബോക്സിലിക് ആസിഡാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് പഠിച്ചു വെക്കൂ. ആദ്യത്തെ 4 ആളുകൾക്കും പിന്നെ മുകളിൽ പറഞ്ഞ 5 ആളുകൾക്കും ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡാക്കി മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ എഴുതി തന്നിരിക്കുന്നത് 1000 റിയാക്ഷൻസ് ആണ്. 1000 റിയാക്ഷൻസ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത് 1000 റിയാക്ഷൻസ് തന്നെയാണ്. ഞാനൊരു 2-3 എക്സാമ്പിൾ മാത്രം കാണിച്ചിട്ട് ഇത് എങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം എന്നത് ഞാനൊന്ന് സൂചിപ്പിക്കാം. അതായത് നിങ്ങൾക്ക് മക്കളെ ശ്രദ്ധിച്ച് കണ്ടോളേ. ഒന്നിരിക്കൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: CH3CH2OH, ഇതിനെ CH3COOH. മക്കളൊന്ന് ശ്രദ്ധിച്ചു കണ്ടേ, CH3CH2OH ഇത് CH3COOH ആയി മാറും. മക്കളൊന്ന് നോക്കിക്കേ, ഈ CH2OH വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് പ്രൈമറി ആൽക്കഹോളാണ്. ഈ COOH വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കാർബോക്സിലിക് ആസിഡാണ്. ഇതാക്കി മാറ്റാൻ കഴിവുള്ള ആള്, അതിനെ ഞാൻ A എന്ന് വിളിക്കാം, അല്ലെങ്കിൽ X എന്ന് വിളിക്കാം. ഈ റിയേജന്റ് ആരാണ് എന്ന് ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. മനസ്സിൽ വരട്ടെ, പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡാക്കി മാറ്റുന്ന ആളുകൾ. ദേ ഇവിടെ ഞാൻ 5 ആളുകളെ തന്നിട്ടുണ്ട്. ഈ 5 ആളുകളിൽ ആരുമാവാം. ഓപ്ഷൻ A, ഓപ്ഷൻ B, ഓപ്ഷൻ C, ഓപ്ഷൻ D, ഓപ്ഷൻ E വരെ കേരള എൻട്രൻസ് എക്സാമിന് ചോദിക്കും. അതിൽ 5 ഓപ്ഷനിൽ ഇതിൽപ്പെട്ട ഒരാൾ ആൻസർ ആയിരിക്കും, ഇതിൽപ്പെട്ട ഒരാളുണ്ടാവും. അപ്പോൾ ഏതാണ് A എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ 1, 2, 3, 4, 5 ഇതിലേതുമാവാം. അപ്പോൾ എന്ത് പഠിച്ചാൽ മതി? പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡാക്കി മാറ്റുന്നത് ആരൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. മനസ്സിലായോ? അങ്ങനെ ചിലപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണാം. അല്ലെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കണ്ടോളണേ. CH3 താഴോട്ട് OH, ആരോ മാർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കണ്ടത്. CH3C+O CH3. സോറി, ഞാൻ എല്ലാം ഒരേ ടൈപ്പ് ആവണ്ട, ഞാൻ വേറെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇട്ടുതരാം, നോക്കിയിരുന്നോ? ശ്രദ്ധിച്ച് കണ്ടോളൂ. ആരോ മാർക്കിന് മുകളിൽ നിങ്ങൾ എന്ത് കണ്ടു എന്നറിയാം? ആരോ മാർക്കിന് മുകളിൽ നിങ്ങൾ PCC എന്ന് കണ്ടു. ആരോ മാർക്കിന് മുകളിൽ PCC എന്ന് കണ്ടു. PCC. ഇപ്പോൾ നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് എന്താണ്? നേരത്തെ റിയാക്റ്റന്റും പ്രൊഡക്റ്റും തന്നു, റിയേജന്റിനെ ചോദിച്ചു, സ്വാഭാവികം. ഇപ്പോൾ തന്ന ക്വസ്റ്റ്യനിൽ റിയാക്റ്റന്റും റിയേജന്റും തന്നു. റിയാക്റ്റന്റ് ആരാണ്? 2-propanol. റിയേജന്റ് തന്നു, അതാരാ? PCC. മക്കളെ നിങ്ങൾക്ക് മനസ്സിലാകും, 2-propanol എന്ന് തന്ന ഈ ഒരു റിയാക്റ്റന്റ് ഒരു സെക്കൻഡറി ആൽക്കഹോളാണ്. സെക്കൻഡറി ആൽക്കഹോളാണ്. കാര്യം CHOH എന്നാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. CHOH എന്ന് വരുന്നവർ സെക്കൻഡറി ആൽക്കഹോളാണ്. സെക്കൻഡറി ആൽക്കഹോളിൽ PCC ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, സെക്കൻഡറി ആൽക്കഹോളിൽ PCC ഉപയോഗിച്ച് കഴിഞ്ഞാൽ കീറ്റോൺ കിട്ടും, കറസ്പോണ്ടിങ് കീറ്റോൺ കിട്ടും. അപ്പം എങ്ങനെയായിരിക്കും ആ കീറ്റോൺ? ഈ CHOH എന്നുള്ള ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അവിടെ നിന്ന് മാറിയിട്ട് ഈ CH3യും കഥയൊന്നും അറിഞ്ഞിട്ടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. നടുവിലുള്ള CHOH ആണ് കഥ അറിയുന്നത്. അതിന് CHOH അല്ല, അതൊരു കീറ്റോൺ ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് C+O ആയി മാറും. ഞാനിവിടെ പഠിപ്പിച്ച ഒരു സംഭവത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ ആൻസർ കിട്ടിയത്. റിയാക്റ്റന്റും റിയേജന്റും തന്ന് പ്രൊഡക്റ്റ് ചോദിക്കാം, റിയാക്റ്റന്റും പ്രൊഡക്റ്റും തന്ന് റിയേജന്റ് ചോദിക്കാം, പ്രൊഡക്റ്റും റിയേജന്റും തന്ന് റിയാക്റ്റന്റ് ചോദിക്കാം. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ഹാപ്പിയാണ്, നമുക്ക് ഈ വിവരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആളുകളെല്ലാം, ഈ ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ആളുകളെയെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് എഴുതി വെക്കുക. സ്പെഷ്യൽ ഓക്സിഡേഷൻ റിയാക്ഷൻസ് എന്ന പേരിൽ ഇനി നമ്മൾ കുറച്ചാളുകളെ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. അടുത്ത ക്ലാസ്സുകൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻട്രൻസിന് വേണ്ട എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഞാൻ തരും. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.